അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നൊരു ഓഫർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം 2200 കിലോമീറ്റർ സ്വയം വാഹനം ഓടിച്ച് രസിക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളൊരു തായ്ലൻഡ് സെൽഫ് ഡ്രൈവ് സീരീസ് നമ്മുടെ വീഡിയോ വന്നിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് തായ്ലൻഡിന് ശേഷം ഇനി വരുന്ന സൗത്ത് ആഫ്രിക്കയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഫെയർ ഫ്യൂച്ചർ ഹോളിഡേയ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ആണ് ഈ ഒരു ഓഫർ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പം ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ രാജ്യമാണ്. ഞാൻ സിംബാബ്വെ, സാംബിയ ഒക്കെ താണ്ടി ബൈ റോഡ് സൗത്ത് ആഫ്രിക്കയുടെ അങ്ങേ അറ്റം വരെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു റൂട്ടാണ്, അത് ഏറ്റവും മനോഹരമായ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം നിങ്ങൾക്ക് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഓട്ടോമാറ്റിക് ഓടിക്കാനുള്ള അവസരമാണ് വരുന്നത്. അതിലെന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, 9 ദിവസം 9 നൈറ്റും 10 ഡേയും നീളുന്നൊരു യാത്രയാണിത്. അത് കേപ്പ് ടൗണിൽ നിന്നാണ് തുടങ്ങുന്നത്. കേപ്പ് ടൗണിൽ നിന്ന് കേപ്പ് പെനിൻസുല, ടേബിൾ മൗണ്ടൻ, ഷാർക്ക് കേജ് ഡൈവിങ്, പിന്നെ ലോകത്തിലെ ഏറ്റവും നീണ്ട ഒരു വൈൻ ട്രെയിൽ എന്ന് വിളിക്കുന്ന വിനിയാർഡ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെയുള്ള റൂട്ട് 62 എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വൈൻ ടേസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുണ്ട്. ഗാർഡൻ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. കാങ്കോ കേവ്സ്, അതുപോലെ തന്നെ ഓസ്ട്രിച്ച് ഫാം, ചീറ്റ ഫാം, അത്തരം ഫാമുകളൊക്കെ കാണുന്നുണ്ട്. സൺസെറ്റ് ക്രൂയിസ് ഉണ്ട്. ബങ്കി ജമ്പിങ് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ബങ്കി ജമ്പിങ്ങിൻ്റെ സ്ഥലത്ത് നിങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ ഒരു പ്രൈവറ്റ് ഗെയിം റിസർവിൽ പോയിട്ട് അവിടെ ഗെയിം ഡ്രൈവ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ കണ്ട് അറിയാമല്ലോ, നമുക്ക് ഈ മസായിമാരയിലൊക്കെ പോകുന്നില്ല, മൃഗങ്ങളെ സ്വതന്ത്രമായിട്ട് കാണാവുന്ന ഒരു ഗെയിം ഡ്രൈവ്, അതിന് പോകുന്നുണ്ട്. പിന്നെ ജോഹന്നാസ്ബർഗിലെ സിറ്റി ടൂറുണ്ട്. പിന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ പ്രെറ്റോറിയയുടെ ടൂറ് കിട്ടുന്നുണ്ട്. അത്തരം പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും രസകരമായ രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കുമാണ് അത് മനസ്സിലാക്കിയത്. സാധാരണഗതിയിൽ നമ്മൾ ഒറ്റയ്ക്കൊരു വാഹനം ഓടിച്ചൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സമയത്ത് എവിടെ എത്തുന്നത് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചെന്ന് റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇതൊന്നും നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് വിമാനം ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺവോയ് ആയിട്ട് പോകാനുള്ള ഒരു വാഹനം തരികയാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഫോർച്യൂണറിൻ്റെ ഓട്ടോമാറ്റിക് ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എല്ലാവരും ഇവിടെ നിരനിരയായിട്ട് വാഹനം ഓടിച്ചു പോവുകയാണ്. വോക്കി ടോക്കി, മെക്കാനിക്ക്, അതുപോലെ തന്നെ ഗൈഡ് എല്ലാം നിങ്ങൾക്ക് മറ്റൊരു വാഹനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം എന്നൊക്കെ ആയിരുന്നു. ഇതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് ഏറ്റവും പുതിയ ടൂറിൽ നിങ്ങൾക്ക് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു റേറ്റാണ് തരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വാഹനത്തിൻ്റെ റെൻറ്റുണ്ട്, പെട്രോൾ ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ടോൾ ഉണ്ടെങ്കിൽ ടോളിൻ്റെ ഉണ്ട്, ബാക്കി എല്ലാം ഇൻക്ലൂഡിങ്. ഫുഡിൻ്റെ ആയാലും താമസമൊക്കെ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ചാർജ് മാത്രമാണ്. കാരണം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പല രാജ്യത്തു നിന്നൊക്കെയുള്ള മലയാളികളാണ് ഒരുമിച്ച് വന്ന് ഒത്തുചേരുന്നത്, അതുകൊണ്ടാണത്. പക്ഷേ അവർ ടിക്കറ്റും എടുത്തു തരും. കാരണം അയാട്ടയുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഫെയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്താണ് യാത്ര പുറപ്പെടുന്നത്, എന്നാണ് യാത്ര അവസാനിക്കുന്നത്, ഐറ്റിനറി എന്നാണ്, അത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു ചോദിക്കുക. എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം സൗത്ത് ആഫ്രിക്കയിലുടനീളം ഗംഭീരമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക, സ്വയം വാഹനം ഓടിച്ചുകൊണ്ട്.